ഇന്നൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ് ദീപു നാവായിക്കുളം. അപ്പൊ ദീപു ഒരുപാട് വട്ടം ഈ സ്റ്റേജിൽ വന്ന സ്കിറ്റുകളിലൂടെയും പെർഫോമൻസിലൂടെ ഒക്കെ നമ്മളെ ഇഷ്ടം പോലെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇപ്പൊ എന്താണ് ഈ 1-1 ഷോയുമായിട്ട് വന്നതിന്റെ ഉദ്ദേശം, എന്താണ് പരിപാടി? മലയാളത്തിലെ ചില സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ് ലക്ഷ്യം. അതെ അതെ, കുറെ സ്കിറ്റുകളൊക്കെ ചെയ്തു. അപ്പൊ ഇനി സ്റ്റാർ ഷോ കൂടെ ചെയ്യാന്നുള്ളൊരു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ്. വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. നീ എൻ്റെ അടുത്ത് വന്ന കാശിനാണ്, എൻ്റെ എല്ലാ ആവശ്യത്തിനുള്ള കാശാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല. അമ്മമാർക്കെല്ലാം എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ്. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോടും. ആശാന് അവന്മാര് കിട്ടില്ല ടീമാണ്, അവന്മാർ എന്നെ ഉറക്കും. അടിപൊളി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ ഒരു പദ്യപാരായണ വേദിയിലേക്ക് എത്തിയാൽ എങ്ങനെയായിരിക്കും? എന്റെ ദൈവമേ. ഓക്കെ. പ്രിയമുള്ളവരെ, മഹാകവി ഋഷഭാവയുടെ അമ്മച്ചി അതെങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ശൗവലിന് കുത്തിക്കോരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. ഊച്ചി മണ്ടേലെ പാക്കയിലെ കിട്ടാണി വന്നാലും എൻ്റെ പൊന്നുല്ലാസ പുല്ല് കംപ്ലീറ്റ്. കൊള്ളായിരുന്നു ദീപു, രസമുണ്ടായിരുന്നു. എന്താണ് അടുത്തതിന്? അടുത്തത് നമ്മുടെ ഡയറക്ടർ ലാൽ ജോസ് സാറിന്റെ. അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും? കോമഡി മസാലയുടെ വേദിയിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ലാൽ ജോസ് വന്നാൽ എങ്ങനെയുണ്ടാവും? പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ കോമഡി മസാലയിൽ വരാൻ കഴിഞ്ഞതിന്. എൻ്റെ പുതിയ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ താന്തോന്നി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ഊച്ചാളി. അതുപോലെ തന്നെ തമിഴിലെ ധനുഷിൻ്റെ യാരടി നീ മോഹിനി എന്ന ചിത്രത്തിൻ്റെ മലയാളം ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് ആരടാ നീ മോഹന. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഇനി അടുത്തതാരാണ്? അടുത്തത് മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ. ഓക്കെ. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുടിയനായ പുത്രൻ. നേരത്തെ പറഞ്ഞല്ലോ രാജരത്നം പിള്ളയുടെ ബിസിനസ് ജീവിതത്തിൽ അവസാനത്തെ സംരംഭമെന്ന്. അവ കറം പറ്റും ഒട്ടുക്കത്തെ സംരംഭം. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ് ആണ്. ഓക്കെ, അപ്പൊ വിഷ്വൽ കണ്ടുകൊണ്ട് ഡബ് ചെയ്യും. സുരാജേട്ടന്റെ ശബ്ദമാണ്. ആഹാ. ചട്ടമ്പി നടന്ന ചിത്രത്തിലെ ഒരു സീൻ. ഓക്കെ. കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എണീറ്റ് നിൽക്കുക കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വേണ്ടി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. കൂടി വന്ന മല്ലയ്യ ദശമൂലം ദാമു എന്ന് പറഞ്ഞു കാണും. അത് കേട്ടത് ഉണ്ണിത്താനൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടുവോ അതോ മല്ലയ്യ കെട്ടുവോന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് ഈ കള്ള പന്നീനെ ഞാൻ കൊന്നുകളേ ഉള്ളു. നീ എന്ത് പറഞ്ഞാലും അമേരിക്ക ചെന്ന് കയറാൻ തരട്ടാ. ഇവിടെ നില്ലടാ ഇവിടെ. അത് പോട്ടടാ രാമു. അല്ല പിന്നെ ഇവൻ എന്തൊരു സായിപ്പന ഉണ്ടാക്കിയത്. ഇനി വായനശാലയിരുന്ന് പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായിപ്പോയി. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. കണ്ണും കണ്ടൂട ചെവിയും കണ്ടൂട. ശിവനെ ഇത് ഏത് ജില്ല? ഗംഭീര സ്പോട്ട് ഡബിംഗ് ആയിരുന്നു. നല്ല പെർഫോമൻസ്. അത് സുരാജേട്ടൻ അല്ല എന്നുള്ളത് ഫീൽ ചെയ്യേണ്ട. ഇടയ്ക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ദീപു ആണല്ലോ ചെയ്യണമെന്നുള്ള കാര്യവും മറന്നുപോയി. സുരാജേട്ടൻ തന്നെയാണെന്നാണ് ഫീൽ ചെയ്തത്. ഞാൻ സുരാജേട്ടന്റെ ശബ്ദം ചെയ്തിട്ടാണ് ആദ്യം മിമിക്രിയിലോട്ട് വരുന്നത്. നാവായിക്കുളത്തൊക്കെ സുരാജേട്ടന്റെ, അതായത് സുരാജേട്ടൻ അത് സാബുണ്ണൊക്കെ ഉണ്ടായിരുന്നു പരിപാടിയിൽ. അപ്പോൾ അന്ന് മുതൽ സുരാജേട്ടന്റെ ശബ്ദം അനുകരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സുരാജേട്ടൻ്റെ അടുത്ത് വല്ലാത്തൊരു എന്തോ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സുരാജേട്ടനെ. അദ്ദേഹം കാരണമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ ആക്ഷൻ ഹീറോ ബിജുവിലെ ഡയലോഗ് നന്നായിട്ട് പ്രസന്റ് ചെയ്യും ദീപു അല്ലേ? അതൊന്ന് ചെയ്യോ? സാറേ, ഞാൻ ഇന്നേ വരെ ഇവളോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞാൽ ഞാൻ തിരുത്താനും തയ്യാറാണ്.
സിന്ധു നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ, പക്ഷെ കൊച്ചിന് എനിക്ക് വേണം. പറ്റിക്കാൻ വേണ്ടി പറയാണ്, ലിസൺ അല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരുടെ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം സാർ. താങ്ക് യു. അസാധ്യമായിട്ടുണ്ട്, ഗംഭീരം. ഉല്ലാസേട്ടാ എന്ത് പറയുന്നു? സൂപ്പർ സൂപ്പർ. അതിനപ്പുറം പറയാൻ വേറെ വാക്കുകളില്ല. അതെ അതെ, സൂപ്പർ. സുരാജിന് പിന്നെ ജോലി കുറയ്ക്കാൻ പറ്റും. അതെ, ഡബിങ്ങിന് ദീപുവിനെ വിളിച്ചോണ്ട് പോയാൽ മതി. പിന്നെ അതുപോലെ മനോജ് കെ ജയൻ ചേട്ടൻ സൗണ്ട് പറഞ്ഞത് അധികം ആരും പറയാത്ത സ്റ്റാറാണ്. പക്ഷെ അത് പക്കയായിട്ട് ദീപു പറഞ്ഞ സ്റ്റാറുകളെല്ലാം പക്കയാണ്. ദീപു ഒരു ഓൾറൗണ്ടറായിട്ട് ആയി തെളിയിച്ചു കഴിഞ്ഞു. ആൾ ദ ബെസ്റ്റ്. എല്ലാവിധ നന്മകളും ഉണ്ടായിരുന്നു. ഉല്ലാസ് ഭായി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് തന്നെ. കാരണം ദീപു ആയിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഞാൻ ദീപുമായിട്ട് സ്റ്റേജ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജ് ഷോയിനൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കിറ്റുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ TV മാധ്യമങ്ങളിലെല്ലാം ഞങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എക്സ്പെഷ്യലി സുരാജിൻ്റെ ഒരു വോയിസ് ആണല്ലോ മെയിനായിട്ടെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാനും ഏറ്റവും അതിനകത്ത് കുറേ പേര് അനുകരിക്കുന്നുണ്ടെങ്കിലും ഡിറ്റോ താങ്കളുടെ തന്നെയാണെന്നുള്ളതാണ് നാമായിട്ട്. ഓരോ ഇപ്പം നമുക്ക് ആ ഡബ്ബിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഒരു ചെറിയ മുക്കലും മൂളനും വരെ വിട്ടു കളഞ്ഞിട്ടില്ല. എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും ഉയരങ്ങളൊക്കെ പറക്കട്ടെ. താങ്ക് യു. അപ്പൊ അത് തന്നെയാണ് നമുക്കും ആശംസിക്കാനുള്ളത്. നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാളത്തിന്റെ കലാലോകത്തിനും ദീപു ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ. താങ്ക് യു.